ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിഷുഫലത്തെക്കുറിച്ചാണ്. അത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഉത്രാടം നക്ഷത്രം മകരം രാശിയാണ്. ഈ വർഷത്തെ വിഷു 2024 ഏപ്രിൽ മാസം 13 അതായത് കൊല്ലവർഷം 1199 മീനമാസം 31 ശനിയാഴ്ച രാത്രി 8:51 മകയിരം നക്ഷത്രം 4-ാം പാദം ശുക്ലപക്ഷത്തിലെ ഷഷ്ടിതിഥിയും വരാഹകരണവും ശോഭനാനാമ നിത്യയോഗവും ഒത്തുവന്ന ദിവസം ആകാശ ഭൂതോദയം കൊണ്ട് മേടം രാശിയിലേക്ക് രവി സംക്രമണം. ഞാൻ പറഞ്ഞത് ആദിത്യൻ്റെ രാശി പകരുന്ന സമയമാണ്. ആദിത്യൻ ഏറ്റവും പവർഫുള്ളാകുന്ന ശക്തനാകുന്ന സമയമാണ്, അല്ലെങ്കിൽ മാസമാണ്, രാശിയാണ് മേടം രാശി, മേടമാസം. ഈ മേടമാസം ആണ് ഈ ആദിത്യൻ്റെ മേടം രാശിയിലേക്കുള്ള പ്രവേശന സമയമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്തെ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഒരു വർഷം, അതായത് അടുത്ത വിഷു വരെ വളരെ ഐശ്വര്യപ്രദമായി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനാവും. തൊഴിൽ രംഗത്തും അഭിവൃദ്ധികൾ വന്നുചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും യോഗമുണ്ട്. കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു ഉത്സവമാണല്ലോ വിഷു. കാർഷിക രംഗത്ത് വളരെ അഭിവൃദ്ധികരമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പൊതുവെ കാലാവസ്ഥ വളരെ അനുകൂലമായിരിക്കും. ആവശ്യത്തിന് മഴയും വെയിലും മഞ്ഞും ലഭിക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത്. അതുമൂലം കൃഷിക്കാർക്ക് അഭിവൃദ്ധിയാണ്. നല്ല വിളകൾ ലഭിക്കുകയും വിളവിനനുസരിച്ച് വിളകൾക്ക്, ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. അത് കാർഷിക വിളകൾ എന്ന് പറയുമ്പോൾ ഭക്ഷ്യ പദാർത്ഥങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന, കൂടാതെ ഏലം, ഗ്രാമ്പു, റബ്ബർ അങ്ങനെ ഉള്ള കൃഷികൾക്കും എല്ലാം അഭിവൃദ്ധികരമാണ്. വ്യാപാരത്തിനും കുരുമുളകിനും ഒക്കെ. മറ്റ് തൊഴിലുകൾ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. അതായത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലയുടെ കാരകനും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ പ്രബലരായി വരുമ്പോൾ പുതിയ പുതിയ ഓഫറുകൾ ഈ വർഷം ലഭിക്കുകയും സീരിയൽ രംഗത്തായാലും സിനിമാ രംഗത്തായാലും സ്റ്റേജ് പ്രോഗ്രാമുകളിലായാലും സംഗീത രംഗത്തായാലും മറ്റ് ലൈറ്റ് അറേഞ്ച്മെൻറ്റോ ബ്യൂട്ടീഷ്യൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും, കൂടാതെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർ ധാരാളം ആൾക്കാരുണ്ട്. ആ വിഭാഗത്തിൽ സാമഗ്രികൾ നിർമ്മിക്കുന്നവർ, കെട്ടിടം നിർമ്മിക്കുന്നവർ, പണിക്കാർ, അതുപോലെ തന്നെ വസ്ത്ര വ്യാപാര വിപണനവും ഒക്കെ അതിൽപ്പെടും. നല്ല വിജയങ്ങൾ വന്നിച്ച് അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിനനുസരിച്ചുള്ള ധനം സമ്പാദിക്കുവാനും സാധിക്കും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്ന ആണല്ലോ ചൊല്ലു തന്നെ. മധ്യവയസ്കരായാലും യുവതി യുവാക്കളായാലും താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികൾക്കായാലും നല്ല ഒരു വിദ്യാഭ്യാസ വിജയം വന്നു ചേരും. അധ്യാപകർക്ക് നല്ലതാണ്. നല്ല ഗുരുക്കന്മാരെ കിട്ടുക, നല്ല അധ്യാപകരെ കിട്ടുക, അതൊക്കെ വളരെ വിശേഷമാണ്. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും യുവതി യുവാക്കൾക്കൊക്കെ വളരെ അഭിവൃദ്ധികരമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല കാര്യം. കൂടാതെ സ്വന്തം നാട് വിട്ട് പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഐശ്വര്യപ്രദമാണ്. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് യഥാശക്തി അനുസരിച്ച് വഴിപാടുകൾ ചെയ്യുകയും അതുപോലെ തന്നെ ശാസ്താവിന്
വഴിപാടുകൾ ചെയ്യുക, ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് ഈ വർഷം വന്നു ചേരുന്നതാണ്. ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. എല്ലാവർക്കും സന്തോഷകരമായ വിഷു ആശംസകൾ. കൂടാതെ ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു.